ഇന്നൊരു പുതിയ ടോപ്പിക് ചെയ്യണമെന്ന് ആലോചിച്ചപ്പോൾ നിങ്ങളിൽ പലരും പറഞ്ഞ ചില റിയാക്ഷനുകൾക്കുള്ള മറുപടി ആകാമെന്ന് വിചാരിച്ചു. ഞാൻ എൻ്റെ പ്രഗ്നൻസി റിവീലിംഗ് വീഡിയോ ചെയ്തപ്പോൾ അന്ന് കേട്ട ഒരുപാട് നല്ല കമൻറ്റുകൾ വന്നു കേട്ടോ. വളരെ സന്തോഷമുണ്ട്. പക്ഷെ അതിനകത്ത് കേട്ട ചില ക്രിറ്റിസിസംസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ക്ലാരിഫൈ ചെയ്യാം ഇന്ന് എന്ന് വിചാരിച്ചു. അതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ എനിക്ക് മറുപടി നൽകണം എന്ന് എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് പറയുന്നത്, കരിയറിന് വേണ്ടി പ്രഗ്നൻസി ഡിലേ ചെയ്യുന്നത്, പ്രത്യേകിച്ച് 30 വയസ്സ് കഴിഞ്ഞ് 33 വയസ്സ് വരെയൊക്കെ അതിനെ നീക്കി നീക്കി വെക്കുന്നത് വളരെ സെൽഫിഷ് ആയിട്ടുള്ള ഒരു തീരുമാനമായിരുന്നില്ലേ വീണേ? അത്രയും വേണമായിരുന്നോ? ഇപ്പൊ പ്രഗ്നന്റ് ആയതുകൊണ്ട് ഭാഗ്യം, പക്ഷെ അത് അങ്ങനെ ചെയ്യേണ്ടിയിരുന്നോ? അതൊരു ശരിയാണോ? അത് നിങ്ങൾ യൂട്യൂബിലൂടെ പറയുമ്പോൾ എല്ലാവർക്കും കൊടുക്കുന്ന ശരിയായ ഒരു അഡ്വൈസ് ആണോ എന്നുള്ള ഒരു ചോദ്യം വന്നിരുന്നു. അപ്പോൾ അതിനൊരു മറുപടി നൽകണമെന്ന് വിചാരിച്ചു. ഞാൻ എൻ്റെ ഒരു പ്രൊഫഷണൽ ജേർണി എടുത്തു കഴിഞ്ഞാൽ ഒരു 6 കൊല്ലത്തോളം ദൂരദർശനിലായിരുന്നു. അതിനുശേഷമാണ്, ആ സമയത്ത് കരിയർ എന്ന് പറയുന്ന ഒരു അവസ്ഥയെ ഞാൻ വളരെ സീരിയസ് ആയിട്ടൊന്നും കണ്ടിരുന്നില്ല, വെരി ഓണസ്റ്റ്ലി സ്പീക്കിംഗ്. അപ്പോൾ അതിനുശേഷം ഈ ബിഹൈൻഡ് വുഡ്സ് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിലേക്ക് വരുന്നു. അത് മലയാളത്തിൽ ആദ്യമായി തുടങ്ങുന്ന ആദ്യത്തെ ഒരു 5 പേരിൽ ഒരാളായിട്ട് മാറുന്നു. ആ ചാനലിൻ്റെ മുഖമായി മാറുന്നു. ആ സമയത്ത് എന്ന് പറയുന്നത് അതൊരിക്കലും ഒരു കേക്ക് വോക്ക് ഒന്നും അല്ലായിരുന്നു. ഭയങ്കരമായി നമ്മൾ കഷ്ടപ്പെടേണ്ട ഒരു സിറ്റുവേഷനാണ്. കാരണം ഒരു ചാനൽ തുടങ്ങുന്നു, അതുമായിട്ട് ഒരു മുഖപരിചയവും ഇല്ലാത്ത ഒരാൾ അതിൻ്റെ ആ ചാനലിൻ്റെ ഫേസായി മാറുന്നു. അപ്പോൾ അങ്ങനെ ഒരാളെ ഒരു ചാനലിൽ രജിസ്റ്റർ ചെയ്യിക്കാനായിട്ട് ഇപ്പോൾ പലരും യൂട്യൂബൊക്കെ വളരെ ഈസി ആയിട്ട് തുടങ്ങാൻ പറ്റുന്ന ഒരു മീഡിയം ആയതുകൊണ്ട് തന്നെ പലരും ചെയ്തു നോക്കിയിട്ടുണ്ടാവും. അപ്പം നമ്മളെ ഒന്ന് ആളുകളിലേക്ക് അറിയിക്കുക എന്ന് പറയുന്നത് എത്ര ടഫായിട്ടുള്ള ഒരു ജേർണി ആണെന്ന് പലർക്കും അറിയുന്നുണ്ടാവും. അപ്പം ആ ജേർണിയിലൂടെയാണ് ഞാൻ കടന്നു പോകുന്നത്. ആ സമയത്ത് ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് എന്നുള്ളത് മാത്രമായിരുന്നു എൻ്റെ മുന്നിലുള്ള ഏറ്റവും ബേസിക് ആയിട്ടുള്ള പ്രൈമറി ഗോൾ എന്ന് പറയുന്നത്. എഗെയിൻ അപ്പം ഞാൻ ആ സമയത്തൊക്കെ കല്യാണം കഴിഞ്ഞ സമയത്താണ് ബിഹൈൻഡ് വുഡ്സിലേക്ക് വരുന്നത്. ആ സമയത്തും എൻ്റെ ഒരു 28-ലേക്കാണ് ഞാൻ എൻ്റെ വിവാഹം കഴിയുന്നത്. അപ്പോൾ ആ സമയത്തൊക്കെ ഓൾറെഡി പ്രഗ്നൻസിക്കൊക്കെ ഉള്ള റൈറ്റ് ഏജ് ആണ്. ആ സമയത്ത് തന്നെ പ്രഗ്നൻസി ആലോചിക്കണം എന്നൊക്കെ പലരും പറയുമ്പോഴും എൻ്റെ മനസ്സിൽ ഞാനൊരു ചാനലിൻ്റെ എംപ്ലോയി ആണ്. അവിടെ അങ്ങനെ മെറ്റേണിറ്റി ലീവ് എന്നൊന്നും പറയുന്ന ഒരു സംവിധാനം ആ സമയത്ത് പ്രത്യേകിച്ച് തുടങ്ങിയ വളരെ ബഡ്ഡിങ് ആയിട്ടുള്ള ഒരു സ്റ്റേജിൽ അത്തരം കാര്യങ്ങളൊന്നും ഒന്നും തുടങ്ങി വന്നിട്ടില്ലായിരുന്നു. അപ്പോൾ ആ സമയത്ത് അതിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഈ പറയുന്ന നമ്മുടെ ഒരു റവന്യൂ അല്ലെങ്കിൽ നമുക്കൊരു ഒരു സാലറി എന്ന് പറയുന്നത് ഇല്ലാണ്ടാവും. എൻ്റെ ജേർണി കുറച്ച് ടഫാകും എന്ന് ഞാൻ മനസ്സിലാക്കിയത് കൊണ്ട് തന്നെയായിരുന്നു ഞാൻ അതിനെ മാറ്റി വെച്ചത്. എഗെയിൻ അതിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ എംപ്ലോയി ആയാൽ ഒരു മാസം 10-35 ഇൻ്റർവ്യൂ എടുക്കണം. ഇനി ഞാൻ ലീവ് ഒന്നും എടുക്കുന്നില്ല, ലീവ് എടുക്കാതെ തന്നെ എങ്ങനെയെങ്കിലും പ്രഗ്നൻസിയും കരിയറും ഒരുമിച്ച് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചാൽ 10-35 ഇൻ്റർവ്യൂ ഒക്കെ ഈ സമയത്ത് എടുക്കുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു പ്രഗ്നൻസി പീരീഡിൽ എടുക്കുക എന്ന് പറയുന്നത് എത്രമാത്രം സേഫ് ആയിട്ടുള്ള ഒരു ഓപ്ഷനായിട്ട് എനിക്ക് തോന്നിയില്ല. അപ്പോൾ അതുകൊണ്ടായിരുന്നു ആ സമയത്തെ ഇത്തരം കാര്യങ്ങളെല്ലാം ഡിലേ ചെയ്ത് വെച്ചത്. ഇനി വീണ്ടും പറയാണ്, ഇതൊക്കെ ഓരോരുത്തരുടെ കരിയർ ചോയ്സുകളാണ് അല്ലെങ്കിൽ ലൈഫ് ചോയ്സുകളാണ്. എനിക്ക് ഒരു 30 വയസ്സ് കഴിഞ്ഞു ഞാനങ്ങനെ ഭയങ്കരമായിട്ടുള്ള ഒരു അൺഹെൽത്തി ആയിട്ടുള്ള നേച്ചറുള്ള ആളല്ല, പെട്ടെന്ന് അസുഖം വരുന്ന ഒരാളല്ല. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ അത്ര എന്താ പറയുക, ഫിസിക്കലി ഞാൻ അത്യാവശ്യം ഫിറ്റാണ് എന്ന് എനിക്ക് സ്വയം ഒരു ആത്മവിശ്വാസമുള്ള ഒരാളും കൂടെയാണ്. അപ്പം അതുകൊണ്ട് തന്നെ കുറച്ച് കഴിഞ്ഞാലും നമ്മൾ എന്നാണോ ഡെലിവറി എന്ന് ആലോചിക്കുന്നത്, നമ്മൾ എന്നാണോ മെൻ്റലി അതിനു വേണ്ടി പ്രിപ്പയർഡ് ആകുന്നത്, ആ സമയത്ത് അതൊക്കെ നടക്കുമെന്നുള്ളൊരു ആത്മവിശ്വാസവും പോസിറ്റിവിറ്റിയും തീർച്ചയായിട്ടും എനിക്കുണ്ട്. ഇത്രയൊക്കെ കോൺഫിഡൻസ് ആണ് എനിക്കുള്ളത് എന്നൊക്കെ ഞാൻ പറയുമ്പോഴും നമുക്ക് വേണ്ടപ്പെട്ടവർ, നമ്മളുടെ സന്തോഷം ആഗ്രഹിക്കുന്നവരെന്നൊക്കെ പറയുന്നത് തീർച്ചയായിട്ടും നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ആയിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ വെരി ക്ലോസ് സർക്കിൾ ഓഫ് ആൾക്കാരായിരിക്കും. അവരൊക്കെ എന്നോട് ഒളിഞ്ഞും തെളിഞ്ഞും ഒക്കെ പറയുന്നുണ്ട്, ഇങ്ങനെ സമയം കടന്നു പോകുന്നു, 30 വയസ്സ് കഴിയുന്നു. ഈ 30 വയസ്സ് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് ഒരു പെൺകുട്ടിക്ക് പ്രഗ്നൻ്റ് ആവാനുള്ള ഒരു ഹയസ്റ്റ് ഏജ് എന്നുള്ള രീതിയിൽ നമ്മളൊക്കെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുള്ളതെന്ന് എനിക്ക് തോന്നുന്നു. 30 വയസ്സ് കഴിഞ്ഞതിന് ശേഷമാണ് ഈ ചോദ്യം അതിഭീകരമായിട്ട് എനിക്ക് വന്നു തുടങ്ങിയത്. അയ്യോ, എൻ്റെ അമ്മയാണെങ്കിൽ എപ്പോഴും എന്നോട് പറയും, മോളെ ഇതിനൊക്കെ ഒരു പ്രായമുണ്ട്, ആ പ്രായത്തിൽ ഇതെല്ലാം നടന്നില്ലെങ്കിൽ പിന്നെ അങ്ങോട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇങ്ങനെയൊക്കെ അമ്മ അല്ലെങ്കിൽ എൻ്റെ അടുത്ത ആൾക്കാർ സംസാരിക്കുമ്പോൾ ഞാൻ വഴക്കിട്ട് ഫോൺ കട്ട് ചെയ്യും, അല്ലെങ്കിൽ ഞാൻ വഴക്കിട്ട് അവിടെ നിന്ന് ഇറങ്ങി പോവും എന്നൊക്കെ ഉണ്ടെങ്കിലും എൻ്റെ ഉള്ളിൽ അയ്യോ അങ്ങനെ ഒരു പ്രശ്നമുണ്ടോ, ഇനി എന്തായിരിക്കും എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. ഇനി മാത്രമല്ല, നമ്മുടെ ഈ കരിയറിൻ്റെ ഭാഗമായിട്ട്, നമ്മുടെ ഈ ജോലിയുടെ ഭാഗമായിട്ട് നമ്മൾ പലതരത്തിലുള്ള ഡോക്ടേഴ്സിനെയൊക്കെ കാണുമ്പോഴാണെങ്കിലും അവർ പറയും ഒരു 35 വയസ്സിന് ശേഷം എന്ന് പറയുന്നത് ഹൈ റിസ്ക് പ്രഗ്നൻസിയുടെ സമയമാണ്. അതിനുശേഷം അങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞാൽ അതിനുണ്ടാകുന്ന കോംപ്ലിക്കേഷൻസ് കൂടുതലാണ്.
ഇതൊക്കെ തീർച്ചയായിട്ടും എന്നെ അലട്ടുന്നുണ്ടായിരുന്നു. പക്ഷെ അപ്പോഴും എൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് കരിയർ, ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ഇതാണോ കൂടുതൽ, അതോ അല്ലെങ്കിൽ ആ മെറ്റേണിറ്റി ഫീലിംഗ് ആണോ ഭയങ്കരമായിട്ട് കൂടുതൽ വെയിറ്റ് നൽകുന്നതെന്ന് ചോദിക്കുമ്പോൾ എവിടെയൊക്കെയോ എനിക്ക് കരിയറും അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസും ഒക്കെ തന്നെയായിരുന്നു കൂടുതൽ വെയിറ്റ് നൽകുന്നത്. അത് ഞാൻ വളരെ സെൽഫിഷ് ആയിട്ട് എടുക്കുന്ന തീരുമാനമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓരോരുത്തരുടെയും പ്രയോറിറ്റീസ് ഓരോന്നായിരിക്കും. എൻ്റെ പ്രയോറിറ്റി എന്ന് പറയുന്നത് ആ സമയത്ത് അങ്ങനെ കരിയറിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം. നാളെ ഒരു പ്രഗ്നൻസി പീരീഡിലേക്ക് കടന്നു കഴിയുമ്പോൾ എൻ്റെ കയ്യിൽ പൈസ ഇല്ലല്ലോ, അല്ലെങ്കിൽ എനിക്ക് ആ ചെക്കപ്പ് ചെയ്യാനായിട്ട് ഇത്രയും പൈസയാവുമല്ലോ, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അതിനെവിടെ നിന്ന് ഞാൻ പൈസ കണ്ടെത്തും. ഇത്തരത്തിലുള്ള ഈ ഫൈനാൻഷ്യൽ ആകുലതകളൊന്നും ഒരു കാരണവശാലും എന്നെ വറി ചെയ്യിക്കരുതെന്നുള്ളത് എനിക്ക് വളരെ നിർബന്ധമുണ്ടായിരുന്നു. പിന്നെ എഗെയിൻ പല ഡോക്ടേഴ്സിനോട് ചോദിക്കുമ്പോഴത്തേക്കും ഇനിയും ഡിലേ ചെയ്യിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ പലതരത്തിലുള്ള ടെസ്റ്റുകളുണ്ട്, ഈ ടെസ്റ്റുകളൊക്കെ എടുത്ത് നമ്മുടെ ഒരു എഗ് ക്വാളിറ്റി എന്താണെന്നൊക്കെ അറിയാം എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ അതൊക്കെ ചെയ്യാനും ഞാൻ മെൻ്റലി പ്രിപ്പയർഡ് ആയിരുന്നു. പക്ഷെ അതിലേക്കൊന്നും പോകേണ്ടി വന്നില്ല. അതിന് മുൻപ് തന്നെ ഞാൻ എന്നാണോ ഇത് ആഗ്രഹിച്ചത് വളരെ പെട്ടെന്ന് തന്നെ അതൊക്കെ പ്രഗ്നൻസിയൊക്കെ നടന്നു കിട്ടി. സോഫാർ വളരെ ഹാപ്പി ആയിട്ടും സമാധാനമായിട്ടും സന്തോഷമായിട്ടും പോവാണ്. അപ്പം ഇത്രയും കാര്യങ്ങൾ എന്ന് പറയുന്നത് പ്യുവർലി എൻ്റെ മാത്രം പേഴ്സണൽ ഒപ്പീനിയൻ, അല്ലെങ്കിൽ എൻ്റെയും എൻ്റെ പാർട്ട്ണറുടെയും ഒരു ഞങ്ങൾ തീരുമാനിച്ചെടുത്ത ഒരു ഒപ്പീനിയൻ മാത്രമാണ്. ഇത് ശരിയാണെന്നോ തെറ്റാണെന്നോ പറയാൻ ഞാനാളല്ല. കാരണം ഓരോ വ്യക്തികളുടെയും ജീവിത സാഹചര്യങ്ങൾ, ശാരീരിക അവസ്ഥകൾ, മാനസിക അവസ്ഥകൾ ഇതെല്ലാം വ്യത്യസ്തമാണ്. അപ്പം ഇതെല്ലാം കണക്കിലെടുത്തായിരിക്കും നമ്മൾ ഒരു പാരൻറ്ഹുഡ് എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് കടക്കുന്നത് എപ്പോഴാണ് എന്നൊക്കെ തീരുമാനിക്കുന്നത്. അപ്പോൾ എന്നെ സംബന്ധിച്ച് റൈറ്റ് ടൈം എന്ന് പറയുന്ന എൻ്റെ കരിയർ സ്റ്റെബിലൈസ് ചെയ്തതിന് ശേഷം, അല്ലെങ്കിൽ എന്നെ വിശ്വസിച്ച് വന്ന എൻ്റെ എംപ്ലോയീസിന് പെട്ടെന്നൊരു ദിവസം ഞാൻ പ്രഗ്നൻ്റ് ആട്ടോ, ഇനി മുതൽ നമ്മൾ ഈ പരിപാടിയൊക്കെ അത്യാവശ്യത്തേക്ക് നിർത്തുകയാണ് എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്താതെ രണ്ടിനെയും എനിക്ക് ഈക്വലി ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനിലേക്ക് എത്തിക്കണം എന്നുണ്ടായിരുന്നു. അത് ആ ഒരു എന്താ പറയുക ഇക്വിലിബ്രിയം ഞാൻ അച്ചീവ് ചെയ്തു. അതിനുശേഷം ഇനി രണ്ടാമത്തെ ഒരു പ്രധാന കാര്യം എന്ന് പറയുന്നത്, എൻ്റെ ഹസ്ബൻഡ് ഇവിടെ ഇല്ല, ബാംഗ്ലൂരായിരുന്നു. അപ്പോൾ ഞാൻ തന്നെ ഒരു ഫ്ലാറ്റിൽ താമസിക്കുമ്പോൾ എന്തൊക്കെയാണ് എനിക്കുണ്ടാകുന്ന ഫിസിക്കൽ ഡിഫിക്കൽട്ടീസ്, അല്ലെങ്കിൽ ഈ ഒരു ഡെലിവറി അല്ലെങ്കിൽ പ്രഗ്നൻസി ഒരു ഫേസിൽ അതൊന്നും അറിയില്ല. അപ്പോൾ തന്നെത്താനെ ഇതിനെയൊക്കെ എനിക്ക് നേരിടാൻ പറ്റുമോ, അത്രയും വലിയ ആത്മധൈര്യമൊക്കെ എനിക്കുണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് വലിയ ഉറപ്പൊന്നുമില്ലായിരുന്നു. അപ്പം അതും ടു എൻ എക്സ്റ്റെൻറ്റ് ഇത്തരം കാര്യങ്ങളൊക്കെ ഡിലേ ചെയ്യാൻ കാരണമായി. അതിനുശേഷം ജീവൻ കൊച്ചിയിലേക്ക് വരാമെന്ന് തീരുമാനിച്ച സമയത്ത് ഞാനും എൻ്റെ ഇത്തരം കാര്യങ്ങളിൽ മെൻ്റലി പ്രിപ്പയർഡായി. എഗെയിൻ യൂട്യൂബിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. യൂട്യൂബ് എന്ന് പറഞ്ഞൊരു മീഡിയ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മളെ കണ്ടിരിക്കുന്നിടത്തോളം കാലം എത്ര ദിവസം നമ്മൾ കാണുന്നു അതനുസരിച്ചാണ് ആൾക്കാർ നമ്മളെ ഓർക്കുന്നത്. നമ്മൾ ചിലപ്പോൾ 3-4 മാസം അല്ലെങ്കിൽ 5-6 മാസം ഇതിൽ നിന്ന് മാറി നിന്ന് കഴിഞ്ഞാൽ ഒരുപക്ഷെ ആ ചാനൽ വളരെ ഡൗൺ ആയി പോകും, ചാനൽ ഒരുപക്ഷെ ചത്തുപോകുമോ എന്നുള്ള പേടി. അതല്ല എന്നുണ്ടെങ്കിൽ ആളുകൾക്ക് നമ്മളെ മറന്നു തുടങ്ങി, ഇനിയിപ്പോൾ ഇവളെ വേണ്ട എന്നുള്ള, അല്ലെങ്കിൽ ഇവളെ കാണുന്നത് ഇഷ്ടമില്ല എന്ന് വരുന്ന ഒരു സിറ്റുവേഷൻ വരുമോ എന്നുള്ള പേടി. ഇത്തരത്തിലുള്ള ഒത്തിരി കൺസേൺസിൽ നിന്നിട്ടാണ് നമ്മളൊരു തീരുമാനം എടുക്കുന്നത്. അതുകൊണ്ടാണ് ഈ കരിയർ അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസിന് തൽക്കാലത്തേക്ക് ഒരു പ്രയോറിറ്റി കൊടുക്കാം, മറ്റു കാര്യങ്ങളൊക്കെ കുറച്ച് ബാക്ക് സ്റ്റേജിലേക്ക് ഇരിക്കട്ടെ എന്ന് തീരുമാനിച്ചത്. പക്ഷെ ഇപ്പോൾ ഇതൊക്കെ ഇങ്ങനെയൊക്കെ ഞാൻ പറയുമ്പോഴും ഇപ്പോൾ ഞാൻ എൻ്റെ ലൈഫ് നോക്കുമ്പോൾ എൻ്റെ കരിയർ ഒരു സൈഡിലൂടെ പോകുന്നുണ്ട്, എൻ്റെ പ്രഗ്നൻസി ജേർണി മറ്റൊരു സൈഡിൽ കൂടെ വളരെ സമാധാനപരമായി പോകുന്നുണ്ട്. അപ്പോൾ എല്ലാത്തിനെയും എന്താ പറയുക, എല്ലാത്തിനെയും ഒരു സ്റ്റെബിലൈസ് ചെയ്ത് വളരെ ഹാപ്പി ആയിട്ട് കൊണ്ടുപോകാൻ ഇപ്പോൾ സാധിക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, അല്ലെങ്കിൽ ഇതെന്ന് പറയുന്നത് എൻ്റെ പേഴ്സണൽ ജേർണിയാണ്. എൻ്റെ പേഴ്സണൽ ജേർണിയിൽ ഞാൻ നേരിട്ട പ്രശ്നങ്ങൾ, അതിൽ നിന്ന് പുറത്തു വന്ന കാര്യങ്ങൾ, എങ്ങനെയാണ് ഇപ്പം മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നൊക്കെയുള്ളതാണ്. അപ്പം നിങ്ങൾ ഓരോരുത്തരും തീരുമാനം എടുക്കുന്നതെന്ന് പറയുന്നത് ഒരു പക്ഷേ ഇത്രമാത്രം ഫൈനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് എന്ന് പറഞ്ഞുകൊണ്ട് അതിന് ഭയങ്കരമായിട്ട് ശ്രദ്ധ കൊടുക്കുന്ന ആളുകളാവണം എന്നില്ല. അതല്ല എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ഫിസിക്കലി ചില ബുദ്ധിമുട്ടുകളുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഒരുപാട് ഡിലേ ചെയ്യിക്കേണ്ട പ്രഗ്നൻസി എന്ന് ചിന്തിക്കുന്നവരുണ്ടാവും. തീർച്ചയായിട്ടും അവർക്ക് ആ രീതി സ്വീകരിക്കാം. ഇത് വളരെ പേഴ്സണൽ ആയിട്ടുള്ള എൻ്റെ തീരുമാനം, ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത്, അതൊരു 100% സെൽഫിഷ് ഡിസിഷൻ മാത്രമല്ലായിരുന്നു എന്ന് നിങ്ങളോട് പറയാനുള്ള ഒരു വീഡിയോ മാത്രമാണിത്. അപ്പോൾ ഇതിനൊരു വളരെ പോസിറ്റീവായിട്ടുള്ള നോട്ടിൽ നിങ്ങൾ എടുക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.